ഹലോ ഗൈസ്, ഇന്ന് നമ്മള് അടിപൊളി ഒരു വിയർഡ് ഫുഡ് കോമ്പിനേഷൻ ചലഞ്ച് ആട്ടോ ചെയ്യാൻ പോകുന്നത്. ഇന്ന് എന്തൊക്കെയാണെന്നൊന്നും അറിയത്തില്ല, എന്തൊക്കെയാണ് കഴിക്കുമ്പോ അറിയാം ഏതൊക്കെ കോമ്പിനേഷൻ. അതാ എന്തൊക്കെ കോമ്പിനേഷൻസ് വരാൻ പോകുന്നത്, വിയർഡ് ആണോ നല്ലതാണോ ഒന്നും അറിയത്തില്ല. ഗെയിം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാതിരിക്കുള്ളൂ. നമുക്ക് മൂന്നുപേർക്കും സെയിം ഫുഡ് ആയിരിക്കും, ഒരേ ഫുഡ് തന്നെ ആയിരിക്കും. പക്ഷെ അതിന്റെ കൂടെ ഉള്ള കോമ്പിനേഷൻ എന്താണെന്ന് നമുക്കൊന്നും ഒരു ഗസ്സും ഇല്ല. അച്ഛനാണ് അതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ചലഞ്ച് വീഡിയോ. അപ്പൊ നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ റെഡി 1 2 3 സ്റ്റാർട്ട് പറയുമ്പോഴത്തേക്കും ഏതാണോ നമ്മൾ തൊടുന്നത് ആ ഫുഡ് അവർക്കാം. അങ്ങനെയാണ് ഗെയിം കിട്ടോ. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. ഓക്കെ, റെഡി 1 2 3. ഓക്കെ, അപ്പം വീഡിയോ പതുക്കെ ഫുഡ് പതുക്കെ 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 എടുത്തോ. ദൈവമേ, ദൈവത്തിനറിയാം എന്തൊക്കെ കഴിക്കേണ്ടി വരുമെന്ന്. അപ്പൊ ഫസ്റ്റ് ആയിട്ട് തുറക്കും. ഞാൻ ഓപ്പൺ ചെയ്യട്ടെ. ആര് ഓപ്പൺ ചെയ്തു? കഥോടെ. ഓ, പൊളിച്ച്. പൊളിച്ച് പൊളിച്ച്. ഇനി എനിക്ക് എന്താണെന്ന് നോക്കട്ടെ. അപ്പൊ ഞാനത് തുറക്കാൻ പോവുകയാണ്. എന്തെങ്കിലും ഒന്ന് ആയിരിക്കണേ. ലിച്ചിയുടെ ജ്യൂസ്. ലിച്ചി ജ്യൂസ് കിട്ടി. ഞാൻ തൊട്ടാ ഇത് ഫൗളാണേ. എന്ത് ഓ, ഉപ്പിട്ട് നാരങ്ങ വെള്ളം. അപ്പൊ ഈ വീഡിയോയില് ചേച്ചത് കണ്ണചേട്ടനാണ് കേട്ടോ. ചേട്ടന് മാത്രമാണ് നല്ലൊരു കോമ്പിനേഷൻ കിട്ടിയത്. നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര വൈഡ് കോമ്പിനേഷൻ. എനിക്ക് അല്ലെങ്കിൽ അറിയാം, വൈറ്റിഫാക്കി എനിക്കാണ് കൂടുതൽ. കഴിച്ചാലോ അല്ലേ? എല്ലാവർക്കും കഴിക്കാം. ഓക്കെ, കുറച്ച് മുക്കിയാൽ മതിയല്ലോ അല്ലേ? ഓ, കഴിക്കട്ടാ. കഴിച്ചോ. നോക്കുന്നോ? വേണ്ട, നിനക്കുള്ള നീ കഴിച്ചാൽ മതി. അമ്മയ്ക്ക് കൊള്ളാമോ? കുഴപ്പമില്ല, ഉപ്പ് മാത്രം ഉണ്ട്. ഒട്ടും കുഴപ്പമില്ല, ഭയങ്കര വീട്. കുടിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലേ? എനിക്ക് തരത്തില്ലേ? കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഈ കോമ്പിനേഷൻ ഒട്ടും കൊള്ളത്തില്ല. എനിക്കതിന് വൈറ്റിഫാക്കിയുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. അപ്പൊ അടുത്തിനി എന്തൊക്കെ ഫുഡ് എന്തൊക്കെ വീഡ് കോമ്പിനേഷനാ വരാൻ പോകുന്നത് അറിയത്തില്ല. അപ്പം നെക്സ്റ്റ് റൗണ്ടിലോട്ട് പോവാം. അപ്പൊ നെക്സ്റ്റ് റൗണ്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതെന്ത് ഐറ്റംസ് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അച്ഛന് മാത്രമേ നമുക്ക് ആർക്കും ഒരു വീഡിയോ ഇല്ല. നല്ല കോമ്പിനേഷൻ ആയ മതിയായിരുന്നു. കഴിഞ്ഞ വയറളവായിരുന്നാ മതി കഴിച്ചിട്ട്. കോമ്പിനേഷൻ പലപ്പോഴൊക്കെ ഒന്ന് വയറളവ് നല്ലത് തന്നെ. കഴിഞ്ഞ തവണ എനിക്ക് അമ്മയ്ക്ക് ഭയങ്കര വീഡ് കോമ്പിനേഷൻ ആയിരുന്നു. അമ്മയ്ക്ക് പിന്നെ കുഴപ്പമില്ല, എനിക്ക് ഒരു കാശിനും കൊള്ളത്തായിരുന്നു. ഞാൻ സൂപ്പറായിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നായിരിക്കും. ലിച്ചിയുടെ ജ്യൂസും നല്ല കേക്കും കിട്ടി. ഇപ്രാവശ്യം എന്തെന്നായിട്ട് നല്ലത് കിട്ടിയാൽ മതിയായിരുന്നു. കാരണം നേരത്തെ ടേസ്റ്റ് എന്റെ വായിന്ന് പോവാനുണ്ട്. അപ്പൊ നല്ല എന്തെങ്കിലും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീട്ടിലേക്ക് കിടക്കാം. അപ്പൊ തുടങ്ങാം. അപ്പൊ റെഡി 1 2 3 ഗോ. ഞാനാണ് ഫസ്റ്റ്. അമ്മക്ക് നമ്മളിതാ തുറക്കാൻ പോണ. ഇത് ഇപ്രാവശ്യം ഞാൻ തുറക്കും ആദ്യം. ഓക്കെ, മല്ലിപ്പൊടിയും മുട്ടയും കൊള്ളാം. മല്ലിപ്പൊടിയാണോ? മല്ലിപ്പൊടിയാ. മുളകുപൊടിയാ? ഓ, അമ്മയ്ക്ക് മുളകുപൊടി. പൊളിച്ച്. ഒരു ഉപ്പില്ലാത്ത മുളകുപൊടി. ഇതിൽ ഉപ്പില്ല. എനിക്ക് നോക്കിട്ട് എനിക്ക് നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ഇപ്രാവശ്യം ആരെയാണ് ഭാഗ്യവതി? കുരുമുളക് ഉപ്പുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് കഴിക്കട്ടെ, നിങ്ങളൊക്കെ കഴിച്ചോ? ഞാൻ കഴിക്കട്ടെ.
ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മല്ലിപ്പൊടി മുക്കി മുട്ട കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ മുട്ടയും കുരുമുളക് ഉപ്പും പണ്ടേ സൂപ്പർ അല്ലേ. മല്ലിപ്പൊടി ഹലോ അമ്മ മുളക് പൊടി മുക്കി വെക്കും. എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മക്ക് എപ്പോഴും കുഴപ്പമില്ല അങ്ങനെ ഭയങ്കര വിയോളായിട്ടൊന്നും കിട്ടിയിട്ടില്ല. മുക്കി കഴിക്കും. ഇത്രയും മുക്കിയാ മതിയോ? നല്ലപോലെ കഴിക്കും. ആ ഓക്കെ. നമുക്ക് എന്താ സൂപ്പർ. ഞാൻ ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് ആവാലോ. ഉപ്പും മുളകും കിട്ടിയോണ്ട് കുരുമുളക് പൊടിയും കിട്ടുകൊണ്ട് സൂപ്പർ ആയിരുന്നു. സൂപ്പർ. ഓ കുഴപ്പമില്ല. അപ്പൊ ഈ റൗണ്ട് എന്തായാലും കഴിഞ്ഞു. എനിക്ക് എന്തായാലും അടിപൊളി റൗണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പാവയ്ക്കയുടെ ടേസ്റ്റ് എന്റെ വായിൽ നിന്ന് പോയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താന്ന് അറിയത്തില്ല കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കിടക്കാം. റൗണ്ട് 3. അപ്പോൾ നമ്മൾ അടുത്ത നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നെക്സ്റ്റ് റൗണ്ടിൽ എന്താണോ ദൈവത്തിന് അറിയാം. കഴിഞ്ഞ റൗണ്ട് എന്തായാലും എനിക്ക് അടിപൊളിയായിരുന്നു. അമ്മയ്ക്ക് കുഴപ്പമില്ലായിരുന്നു. സൂപ്പർ മല്ലിപ്പൊടി മുട്ട. അപ്പൊ നമുക്ക് ഈ റൗണ്ട് എന്തൊക്കെയാ നോക്കാം കേട്ടോ. റൗണ്ട് 3 ആണ്. അപ്പോ നല്ലതാണോ ചീത്തയാണോ ഒരു ഐഡിയ ഇല്ല. നോക്കാം. അപ്പോ റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ. അപ്പൊ ഇത് നിനക്ക്, ഇത് അമ്മയ്ക്ക്, ഇത് എനിക്ക്. അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യം അമ്മ ഉറക്കം. ഓക്കെ. തുറക്കമ്മ. പൊളിച്ച് അങ്ങനെ സാധനത്തിന് അമ്മ ഹണിയും ലഡുവും. അപ്പം ഐറ്റം ലഡു ആണ്. ഈ കോമ്പിനേഷൻ എന്തെന്ന് അറിയത്തില്ല. തുറന്നോ. ടൊമാറ്റോ സോസും ലഡു. ടൊമാറ്റോ സോസും ലഡു. എനിക്ക് എന്താണോ മാരൊക്കെ തോന്നുന്നു. തുറക്കട്ടെ? തുറക്ക്. തുറക്കാൻ പോയാണ്. തുറക്ക്. ഓക്കെ. മയോണൈസും ലഡു എല്ലാം കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചെയ്തിട്ടുള്ളൂ. മയോണൈസ് നമുക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് മയോണൈസിന് വേറെ വേണോ അല്ലേ? അമ്മയ്ക്ക് കൊള്ളാമോ അമ്മ? അമ്മയുടെ കൊള്ളാമോ? മയോണൈസ് കഴിക്കണം. ഞാൻ മധുരം ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് മയോണൈസിന്റെ ആ ഒരു കുത്തല് ചെറുതായിട്ട് കോമ്പിനേഷൻ കൊള്ളില്ല. പക്ഷെ മധുരം ഉള്ളതുകൊണ്ട് മധുരത്തിന്റെ ഇതില് സെറ്റായി പോകുന്നു. പൊളിക്കും. വേണമെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കേട്ടോ. ലഡുവില് മയോണൈസ് കൊള്ളത്തില്ല. ലഡു എനിക്ക് തീരെ ഇഷ്ടമില്ല. ഈ കോമ്പിനേഷൻ ഒട്ടുമേ കൊള്ളത്തില്ല. നല്ല പൊറുപ്പ് എരിവുണ്ട് ഇതിന്റെ അടിക്കൂടെ. അപ്പോൾ കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തെ പരിപാടി. ഇത് ഈ റൗണ്ട് കഴിഞ്ഞു. ഇനി അടുത്ത് എന്താണാവോ ദൈവം. എനിക്കും ചേട്ടനും ഭയങ്കര ഒരു കാശിനെ കൊള്ളത്തില്ല. അമ്മയ്ക്ക് തേന കിട്ടി. അമ്മയ്ക്ക് കുഴപ്പമില്ല. അമ്മയ്ക്കിപ്പം എനിക്ക് ഒരു റൗണ്ട് നല്ലായിരുന്നു. എനിക്ക് ഒരു റൗണ്ട് നല്ലായിരുന്നു. അമ്മയ്ക്ക് ഒരു റൗണ്ട്. അപ്പൊ എല്ലാവർക്കും ഒന്നൊന്നായി. ഇനി അടുത്ത ലാസ്റ്റ് റൗണ്ട് ആണ്. അപ്പം അതിൽ ആർക്കാണോ നല്ലിടുന്നത് അവരായിരിക്കും നമ്മുടെ ഈ ഗെയിമിലെ വിന്നർ കിട്ടാവും. അപ്പൊ വിന്നറിന് പ്രൈസ് ഒന്നുമില്ലേ മാഡം? ആലോചിക്കാം. അപ്പൊ നമുക്ക് റൗണ്ട് 4 പോകാം. ആലോചന. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് റൗണ്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിലാണ് അതെ, ഇതിലാണ് നമ്മുടെ വിന്നർ ആരാന്ന് നമ്മള് തീരുമാനിക്കാൻ പോകുന്നത്. പ്രൈസ് മാഡം നമുക്ക് നോക്കാം.
50 രൂപയെങ്കിലും തരൂടെ? ആ 50 രൂപ തരാം. ജയിക്കുന്നവർക്ക് 50 രൂപ ജിപേ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ ആയിട്ട് കിടക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഫുഡ് നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ റെഡി, 1 2 3 ഗോ. അമ്മക്ക് ഇവരെ ക്ഷമയുണ്ട്, നമുക്ക് ഏതെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളത്. അതാണ് ഒന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. അതൊക്കെ പ്രശ്നമല്ല. അപ്പൊ ഫസ്റ്റ് ഞാൻ ഓപ്പൺ ആ ചെയ്യാം. ഫസ്റ്റ് നീ ഓപ്പൺ ചെയ്തോ. അവളെ സാധനം ഒക്കെ കിട്ടി. പക്ഷെ ഈ കോമ്പിനേഷൻ കൊള്ളാമെന്ന് എനിക്കറിയാം. ഇത് ഫ്രൂട്ട് യോഗർട്ട് ആണ്, സ്ട്രോബെറി ഫ്ലേവർ ഫ്രൂട്ട് യോഗർട്ട് ആണ്. എനിക്ക് യോഗർട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ കോമ്പിനേഷൻ ബിസ്ക്കറ്റും ഫ്രൂട്ട് യോഗർട്ടും ഈ കോമ്പിനേഷൻ എങ്ങനെ ആയിരിക്കും അറിയത്തില്ല കേട്ടോ. അമ്മ തുറക്ക്, ഞാൻ തുറക്കട്ടാ. ഓക്കെ, ഞാൻ ഇതാ തുറന്നി. തൈരും ബിസ്ക്കറ്റും. അപ്പൊ നമ്മുടെ കേട്ടോ അമ്മയ്ക്ക് അടിപൊളി കോമ്പിനേഷനാ. വളരെ ഭാഗ്യം. ഈ പിന്നെ നമ്മുടെ ഈ ഗെയിമിന്റെ വിന്നർ അമ്മയാട്ടോ. അമ്മയ്ക്ക് രണ്ട് നല്ലത് കിട്ടിയിട്ടുണ്ട്. എനിക്കിത് കുഴപ്പമില്ല, എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കോമ്പിനേഷൻ ഓക്കെ കൊള്ളാമോ അമ്മ? കൊള്ളാമോ? തൈര് മുക്കി ബിസ്ക്കറ്റ് കഴിക്കണം. ഇതൊക്കെ പരീക്ഷണം. നല്ല മുക്കും, നല്ല നമുക്ക് കഴിച്ചാം. ഇത്രയും മുക്കിയിട്ടുണ്ട് പോലെ. പക്ഷെ ഇത് കൊള്ളാട്ടോ. എടി എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലതാ. പിന്നെ അത് സ്ട്രോബെറി ഫ്ലേവർ അല്ലേ? എന്നെ കൂടെ വിന്നറായിട്ട് കൺസിഡർ ചെയ്യണം കേട്ടോ. എനിക്ക് നല്ലതാ. 2 വിന്നർ ഒരു ടാസ്ക്. അപ്പം നമ്മളെ ഇന്നത്തെ ടാസ്ക് അവസാനിച്ചു. അമ്മയാണ് വിജയിച്ചത്. അമ്മ കമ്പൂരിനെ ജീപ്പിച്ചത് തരാട്ടോ. അപ്പം ഇനി അടുത്ത പുതിയൊരു ടാസ്കുമായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ, ഇങ്ങനത്തെ ചലഞ്ച് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണോട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അത് മറക്കരുത്. അപ്പോ നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. അതാണ് നമ്മളിത് രണ്ടാമത്തെ ചലഞ്ച് വീഡിയോ ആണ് കേട്ടോ ഇടുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഉറപ്പായിട്ടും വേണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ചലഞ്ച് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.